പാറശാലയിൽ വ്യവസായികളെ തട്ടിക്കൊണ്ടുവന്ന് ചങ്ങലക്കെട്ട് മോചനദ്രവ്യം ആവശ്യപ്പെട്ട സംഭവത്തിൽ പിടിയിലായ പ്രതികൾ ചില്ലറക്കാരെയല്ല. സ്ഥിരം തമിഴ്നാട്ടിലെത്തി വ്യാജ കേരള പോലീസ് ചമഞ്ഞ് തട്ടിപ്പ് നടത്തുന്നത് രീതിയാക്കിയ പതിവാക്കിയ അവരാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിനു മുമ്പും സമാനമായി തട്ടിക്കൊണ്ടുവന്ന് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ മനസ്സിലായി. പ്രതികൾ താമസിക്കുന്ന വാടക വീട്ടിൽ ഒരു കൊച്ചു പോലീസ് സ്റ്റേഷൻ തന്നെയായിരുന്നു അവർ ഒരുക്കിയിരുന്നത്. കണ്ടാൽ യഥാർത്ഥ പോലീസല്ലെന്ന് പറയില്ല. വേഷവിധാനത്തിൽ അത്രയ്ക്ക് ഒറിജിനാലിറ്റിയാണ്. വ്യവസായികളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇന്നലെ 4 പ്രതികളാണ് പിടിയിലായത്. ഇവരുടെ വാടക വീട് പരിശോധിച്ച പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കേരള പോലീസിന്റെ നിരവധി യൂണിഫോമുകൾ, റാങ്ക് അനുസരിച്ച് തോളത്തുള്ള സ്റ്റാർസ് അടക്കമുണ്ട്. ഇതിനു പുറമെ തോക്കും തിരയും കയ്യാമവും വ്യാജ തിരിച്ചറിയൽ കാർഡും സേഫായി എടുത്തുവച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും സെറ്റപ്പ് എന്ന ചോദ്യത്തിന് റീൽസ് ഷൂട്ടിനെന്നായിരുന്നു പ്രതികളുടെ ആദ്യ മറുപടി. ശരിക്കും ചോദിച്ചതോടെ എല്ലാം പറഞ്ഞു, കുറ്റസമ്മതവും നടത്തി. തമിഴ്നാട്ടിൽ നിയമവിരുദ്ധമായി പണം സമ്പാദിക്കുന്ന വ്യവസായികളെയാണ് പ്രതികൾ അതിവിദഗ്ധമായി വലയിലാക്കുന്നത്. കേരള പോലീസിന്റെ വേഷത്തിൽ തമിഴ്നാട്ടിലെത്തുന്ന സംഘം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇവർ പ്രതികളാണെന്ന് ധരിപ്പിക്കുകയും എസ്പിയുടെ മുൻപിൽ ഹാജരാകണമെന്ന് അറിയിക്കുകയും ചെയ്യും. വിലങ്ങുവച്ച് വാഹനത്തിൽ കയറ്റി യാത്രയിലുടനീളം ക്രൂരമായി മർദ്ദിച്ച് പണവും സ്വർണവും അപഹരിക്കും. പിന്നെ വണ്ടിക്ക് സ്റ്റോപ്പ് തിരുവനന്തപുരത്ത്. അവിടെ വീട്ടിൽ പൂട്ടിയിടും. ബന്ധുക്കളോട് വില പേശും. കൊലക്കേസ് പ്രതിയായ മുഖ്യകണ്ണി ഉൾപ്പെടെ 2 പേർ ഒളിവിലാണ്. ഇതുവരെ 4 പേരാണ് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.